മാത്സ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മാത്സ്യൂവിൽ പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ മേഖലയിലേക്കുള്ള ചോദ്യങ്ങളാണ്. ഇതുവരെ നമ്മൾ ചെറിയ ചെറിയ സ്കൂൾ മാത്സ്, അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ മാത്സ് ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ വളരെ ഉയർന്ന ലെവലിൽ നമ്മുടെ ചിന്താശക്തി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണുന്നുണ്ട്. ഈ ഫിഗറിന്റെ പെരിമീറ്റർ, ഈ രൂപത്തിന്റെ ചുറ്റളവ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതിന്റെ ഔട്ടറിൽ വരുന്ന എല്ലാ മെഷർമെന്റിന്റെയും ടോട്ടൽ സമ്മാണ് നമ്മൾ എന്ത് പറയുക, പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ ഈ നീളം തന്നിട്ടുണ്ട്, ഈ നീളവും തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളവും 4 യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള അളവുകളൊന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഇപ്പോ 5 ഉണ്ട്, അപ്പൊ ഇവിടെ 3 ആണ്. അപ്പോ ഓക്കെ, ഇവിടെ നമുക്ക് 4 ഉണ്ട്, പക്ഷെ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര എന്നുള്ളതിന്റെ ഒരു വിഷയം വരും. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര എന്ന് അറിയണമെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം അറിയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബന്ധവും കൂടെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിന്റെ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു റിലേഷൻ അവിടെ തന്നിട്ടില്ല. അതുപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര തന്നിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇനി വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഇത് 5 എന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവര് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളവും ഇവിടുന്ന് ഇവിടത്തേക്കുള്ളതും ആഡ് ചെയ്താൽ 5 കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഈ 2 സൈഡും ഇതിന്റെയും നീളം അവർക്ക് അപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടുന്ന് ഇവിടത്തേക്ക് 3 ആണ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് 4 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഈ നീളം നമ്മൾക്കറിയില്ല. അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഈ നീളം എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാല് നമ്മൾക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് എത്രയാണ് വരിക? 4 ആണ് ഇവിടുന്ന് ഇവിടത്തേക്ക് വരിക. അപ്പൊ ഇവിടുന്ന് ഇവിടത്തേക്ക് എക്സും കഴിച്ചാല് നമുക്ക് എന്ത് കിട്ടും? ഈ നീളം നമ്മൾക്ക് കിട്ടും 4 - x എന്ന് പറയുന്ന നീളം കിട്ടും. അതായത് ഈ ടോട്ടൽ നീളം നമുക്ക് തന്നിട്ടുള്ളത് 4 ആണ്, ടോട്ടൽ തന്നിട്ടുള്ളത് 4. അതില് ഇത് നമ്മൾ എക്സ് എടുത്തത് കൊണ്ട് ഈ നീളവും എക്സ് ആയിരിക്കും. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്ക് എക്സ്, ഇതിന് കണക്കായിട്ട് ഇപ്പുറത്തേക്കുള്ള നീളം എക്സ് ആയിട്ട് എടുത്താല് ഇത് ടോട്ടൽ 4 ഉണ്ടായതുകൊണ്ട് ഇത് വരുന്നത് 4 - x. കറക്റ്റ് ആയല്ലോ? ഇത്ര കാര്യം മനസ്സിലായല്ലോ? ഇനി നമുക്ക് പ്രോബ്ലം തീർന്നു കഴിഞ്ഞു. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്ക് എഴുതാം 5 എന്ന് എഴുതാം. ഇനി നമ്മൾക്ക് അറിയേണ്ടത് നോക്കിക്കോളൂ. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം ഇത് ഇവിടെ എടുത്തു വെച്ചാല്, ഞാൻ ഇവിടെ വരക്കുകയാണെ, ഇവിടെ ഈ നീളം ഇവിടെ എടുത്തു വെച്ചു, ഈ നീളം ഇവിടെയും എടുത്തു വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറയാൻ പറ്റും ഈ നീളം തന്നെയാണ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളമായിട്ട് വരുന്നത്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാല് ഈ നീളവും കൂട്ടിക്കഴിഞ്ഞാല് നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അപ്പൊ അത് രണ്ടാമത്തെ 5. അപ്പൊ ഏതെല്ലാം കൂട്ടിയത് ശ്രദ്ധിക്കണം, കൂട്ടിക്കഴിഞ്ഞതുള്ളത് ഓർമ്മിക്കണം. ഇതും കൂട്ടിക്കഴിഞ്ഞാൽ നോക്ക്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ടോട്ടൽ ആയിട്ടുള്ള 5 നമ്മൾക്ക് കിട്ടി. അപ്പൊ ഈ സൈഡുകൾ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വരുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് ഇവിടത്തേക്കുള്ളത് എത്രയാണ്? 3 ആണ്. അപ്പൊ 3 ഞാൻ അവിടെ എഴുതുകയാണ്, 3 എഴുതി. പിന്നെ വരുന്നത് എന്താണ്? ഈ നീളം എക്സ്. ഓക്കെ, എക്സ്. പിന്നെ ഏതാണ് ബാക്കി വരുന്നത് നോക്കിയാൽ? ഇനി ബാക്കി വരുന്നത് നോക്ക്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്ക് എത്ര തന്നിട്ടുണ്ട്? നമുക്ക് നോക്കിയാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം നമുക്ക് തന്നിട്ടുണ്ട് 4 എന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾക്ക് അതില് 4 കൂടെ അതില് വരികയാണ്. ഓക്കെ, നമ്മൾക്ക് വേണ്ടുന്നത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം മാത്രമാണ്. ആ നീളം കിട്ടാനുള്ള വഴികളായിരിക്കും പലപ്പോഴും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടാവുക. അപ്പൊ നോക്കുക, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം എത്രയാണ്? 3 ആണ്. അപ്പോ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളമായിരിക്കുമല്ലോ ഇവിടുന്ന് ഇവിടത്തേക്ക് ഉണ്ടാവുക. ഓക്കെ, ഈ നീളം ഉണ്ടാവുമല്ലോ. ആ നീളം നമുക്ക് എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളമാണ് വേണ്ടത്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളത്തിന് ഈക്വലന്റ് ആണല്ലോ, തുല്യാണല്ലോ. അപ്പൊ ഈ നീളം എത്ര വരും? 4 - x. അപ്പൊ
എന്തെല്ലാം ഈ 4ന്റെ പരം കൂട്ടിയതിന് ശേഷം ഈ ടോട്ടൽ 4 കൂട്ടിയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ വരുന്നത് ആരൊക്കെയാണ്? +3 വരും. അതിനുശേഷം ഏത് വരും? 4 - x. അപ്പൊ എല്ലാ നീളങ്ങളും ആയി. നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ഫസ്റ്റിലത്തെ 5 ഇത്, രണ്ടാമത്തെ ഈ 5 ഏതാ? ഇത് രണ്ടാമത്തെ 5. പിന്നെ മൂന്നാമത്തത് ഇതാണ്, ഈ 3 ആണ്, കറക്റ്റ്. പിന്നെ ഏതാണ് വരുന്നത്? ഈ x. ഓക്കെ, അത് കറക്റ്റ്. പിന്നെ വരുന്നത് ഏതാ? ഈ നീളം ടോട്ടൽ നമുക്ക് 4 ക്വസ്റ്റ്യനിൽ തന്നിരുന്നു, അതും കറക്റ്റ്. പിന്നെ വരുന്നത് ഏതാ? ഈ നീളം മാത്രമാണ് ബാക്കി. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര? 3 ഉണ്ട്. ഇവിടുന്ന് ഇവിടത്തേക്ക് എത്ര? 4 - x. അപ്പൊ എല്ലാ ലേണും കാര്യം. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ +x ഉണ്ട്, ഇവിടെ -x ഉണ്ട്. അത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി നമുക്ക് ആൻസർ എത്ര ഉണ്ട് നോക്കിയാൽ 5 + 5 10, 10 + 3 13, 13 + 4 17, +3 20, 20 + 4 24 എന്ന് പറയുന്ന നല്ല ആൻസർ. അത് സെന്റിമീറ്ററിലാണെങ്കിൽ സെന്റിമീറ്റർ, മീറ്ററിലാണെങ്കിൽ മീറ്റർ. അപ്പൊ യൂണിറ്റ് നമുക്ക് കിട്ടും, അളവ് കിട്ടും. അപ്പൊ ഇത്രയും മനോഹരമായ രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. കൃത്യമായിട്ട് നമ്മളുടെ ചിന്തയിലേക്ക് ഈ ഒരു ഐഡിയ വന്നാൽ മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ചിന്താശക്തി വളർത്തുന്ന രീതിയിലുള്ള ചോദ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. ബൈ.